ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു സ്പെഷ്യൽ ദിവസമാണ്. ഞാൻ എൻ്റെ അമ്മ വീട്ടിൽ പോവുകയാണ്. അപ്പോൾ അവിടെ ഒന്ന് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ ഒരുങ്ങിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ലുക്ക്. അപ്പോഴത്തേക്ക് പോവാം നമുക്ക് വീട്ടിലോട്ട്. എന്നാ വാ. അങ്ങനെ ഞാനും ചേട്ടനും മോനും കൂടെയാണ് പോണത്. സ്കൂട്ടിയിലാണ് പോണത്. നമ്മൾ മൂന്നുപേരും കൂടെ ഉണ്ട്. മോള് വരണില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എന്തായാലും പോകാമെന്ന് വിചാരിച്ചു. എന്നാ ബാ. അപ്പോൾ നമ്മൾ മൂന്നുപേരും ഇറങ്ങിയിട്ടുണ്ട്. എന്നാണ് ചേട്ടൻ മോൻ ഓടി. അപ്പോഴത്തേക്ക് ഞാനും പോയി. മൂന്നുപേരും എത്തി. സ്കൂട്ടിയിലോട്ട് കയറിയാണ്. അപ്പോൾ എല്ലാവർക്കും ഓരോരോ വീട്ടിൽ പോകണമെന്ന് പറയുമ്പോൾ എന്തോ ഒരു പ്രത്യേകതയാണ് മനസ്സിന്. എന്തോ പോലെ നമുക്ക് എത്ര പോയാലും നമുക്ക് മതി വരാത്തൊരു സ്ഥലമാണ് നമ്മളെ സ്വന്തം വീട്. അങ്ങനെ എത്ര സ്വന്തമായിട്ട് നമ്മളെ വീട് വെച്ചെന്ന് പറഞ്ഞാലും നമ്മൾ ജനിച്ച് വളർന്ന വീട്ടിലോട്ട് പോകണമെന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ഫീലാണ്. എനിക്കങ്ങനെയാണ്. എൻ്റെ വീട്ടിലോട്ട് പോകണമെന്ന് പറയുമ്പോൾ എനിക്കൊരു പ്രത്യേക ഫീലാണ്. എന്തോ ഒരു സ്വാതന്ത്ര്യം കിട്ടിയ കണക്കിന്. അപ്പോൾ എൻ്റെ കുറേ സ്വപ്നങ്ങളൊക്കെ ഇറങ്ങുന്ന എൻ്റെ വീട്ടിലെത്തി. എൻ്റെ സ്ഥലമാണ് ഇവിടെ. ഇതിപ്പോൾ എത്തി. അങ്ങനെ ഞാൻ മുന്നേ നടക്കണം. മോന് പോയിട്ടുണ്ട്. അവനും പോയി. നമ്മൾ പോവണം, അങ്ങോട്ട് പോവാണ്. വാ കാണിച്ചിട്ട്. ഇവിടെയൊക്കെ ഒരു വാഴത്തോട്ടമാണ് കേട്ടോ. ഇവിടെ വാഴയാണ് നട്ടേക്കണം. ഇതെൻ്റെ കുഞ്ഞേടെ വീടാണ്. അപ്പോൾ ഇതുകൊണ്ട് കാണുന്ന ഷീറ്റിലിട്ട ആർപ്പ ഓടിട്ട വീടാണ്. അപ്പോൾ അതാണ് എൻ്റെ വീട്. ചോരും, മഴയൊക്കെ പെയ്താൽ ഒരുപാട് ചോരും. ഓടാണ്. അവിടെയൊക്കെ അത്രയും പോയി. അങ്ങനെ ഇതാണ് എൻ്റെ വീട്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എൻ്റെ വീട്. അപ്പോൾ ഞാൻ വളർന്ന എൻ്റെ സ്വന്തം വീട്. ആശ്വാസം മനസ്സിനെന്തോ പോലെ. അപ്പോൾ അവിടെ ഒരു കുഞ്ഞു മാവുണ്ട്. അതിലെൻ്റെ മോൻ കയറിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ ജാമ്പ മരത്തിൽ ജാമ്പയൊക്കെ വന്നിട്ടുണ്ട്. ആ കുഞ്ഞ് ജാമ്പ അമ്മ നട്ടതാണ്. കുറേ വർഷം കൊണ്ട് അത് കുരുടിച്ച് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ഇപ്പോൾ അത് വളർന്ന് ജാമ്പ ഒക്കെ വന്ന് നല്ല മധുരമുണ്ട് കേട്ടോ. ഞാൻ പറിച്ച് കഴിച്ചപ്പോഴത്തേക്ക് നല്ല മധുരമുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ വീട്. ഇവിടെ ഇന്നൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് വീടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീട് നമുക്ക് പണ്ട് ഒരു 10-30 വർഷമാവും ഇത് വെച്ചിട്ട്. അപ്പോൾ അത് പൊളിച്ചിട്ട് പുതിയ വീട്. അമ്മയച്ഛനും മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ. അനിയത്തി വേറെയാണ് താമസിക്കണം. അപ്പോൾ അമ്മയും അച്ഛനുമാണ് അതിരിക്കണത്. നമ്മൾ ആരെങ്കിലുമൊക്കെ വന്നാൽ നമ്മൾ ഇതേപോലെ അകത്തൊന്നും അല്ല ഇരിക്കണം, നമ്മൾ പുറത്തല്ല, എല്ലാവരും കൂടെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അമ്മയും അച്ഛനും ചേട്ടനൊക്കെ നമ്മളെല്ലാവരും കൂടെ അവിടെ ഇങ്ങനെ ഇരുന്ന് ഒരേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. ചേട്ടനും എല്ലാവരും ഉണ്ട്. അനിയത്തി ഇപ്പം വരും. നമ്മൾ വന്നതുകൊണ്ട് ഇപ്പം വരുമെന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ വന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.